എല്ലാവർക്കും വൈസ് ഓൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റയൽ മാഡ്രിഡ് vs അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ആഴ്ച റയൽ മാഡ്രിഡ് vs അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം കോപ്പ ഡി എസ്പാനിൽ നടന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർ കോപ്പ ഡി എസ്പാനിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡെർബി ജയിച്ചിട്ടുണ്ടായിരുന്നത് റയൽ മാഡ്രിഡ് ആണ്. ഇന്ന് കോപ്പ ഡെൽറേയിൽ നടന്നിട്ടുള്ള മത്സരം വിജയിച്ചിട്ടുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് 4-2 എന്നുള്ള സ്കോറിനാണ് ഈ ഒരു മത്സരം വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി സ്കോർ ചെയ്തിട്ടുള്ളത് മൊറാട്ട, ഗ്രീസ്മാൻ, അതുപോലെ തന്നെ റിക്കോൽമി, അതുപോലെ തന്നെ അവരുടെ ആദ്യ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലിനോ എന്നാണ്. ഈ ഒരു മത്സരത്തെ ആദ്യ ഗോളും ഈ ഒരു പ്ലെയറാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. റയൽ മാഡ്രിഡിന്റെ സ്കോറേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലുക്ക മോഡ്രിച്ച്, അതുപോലെ തന്നെ ഹൊസേലു ആണ്. ഈ ഒരു മത്സരം ആദ്യം ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ 1-1 ഡ്രോയിലാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. 39ാമത്തെ മിനിറ്റിലാണ് ഈ ലിനോ എന്ന് പറയുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് ആദ്യം ഗോൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം റയൽ മാഡ്രിഡിന്റെ മോഡ്രിച്ച് ഒരു ഫ്രീ കിക്കിലൂടെയാണ് ആ ഒരു ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫ്രീ കിക്ക് മുന്നിൽ കയറിയെന്നുകൊണ്ട് ഒബ്ലാക്ക് സേവ് ചെയ്യാൻ നോക്കി, ഒബ്ലാക്കിന്റെ കൈ തട്ടി നേരെ പോസ്റ്റിലേക്ക് കയറിയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ 1-1 എന്നുള്ള സ്കോറിൽ മത്സരം അവസാനിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ വിനീഷ്യസ് ജൂനിയറിനും അതുപോലെ തന്നെ കമ്മവിങ്കൾക്കൊക്കെ യെല്ലോ കാർഡ് കണ്ടിരുന്നു. അങ്ങനെ രണ്ട് ടീമും അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു അത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ പോയപ്പം സെക്കൻഡ് ഹാഫിന്റെ 57ാമത്തെ മിനിറ്റ് തന്നെ, ആ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന് അതുകൊണ്ട് തന്നെ 57ാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും ഒരു ഗോൾ അടിക്കാൻ കഴിഞ്ഞു. ആ ഒരു മൊറാട്ട ആണ് അവർക്ക് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആദ്യ 2 ഗോളുകളും റയൽ മാഡ്രിഡിന്റെ ഡിഫൻസീവ് എറേഴ്സ് കൊണ്ട് ഉണ്ടായ 2 ഗോളുകളാണ്. അങ്ങനെ രണ്ടാമത്തെ ഗോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് അടിച്ചു. ഈ ഒരു സംഭവത്തോട് കൂടി ഏകദേശമൊക്കെ എല്ലാവരും അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിച്ചു, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഫാൻസ് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സിമിയോണി ഏകദേശം 70ാമത്തെ മിനിറ്റ് വരെ കൂളായി ഇങ്ങനെ നിന്നു. അങ്ങനെ പിന്നെ സിമിയോണിനെ ഏകദേശം 75ാമത്തെ മിനിറ്റിൽ നല്ല രീതിയിൽ തന്നെ ആരാധകരോടൊക്കെ ആ ഒരു മെട്രോപൊളിറ്റാനോയിൽ ഇന്ന് കളി നടന്നിട്ടുണ്ടായിരുന്നത്, അവരുടെ ഹോം ഗ്രൗണ്ടിൽ ഇന്ന് കളി നടന്നിട്ടുണ്ട്. ആരാധകരോടൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറയണൊക്കെ കണ്ടു. സിമിയോണി അങ്ങനെ ഒരു വിജയം ആഘോഷിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് റയൽ മാഡ്രിഡ് കുറച്ച് സബ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു മെയിൻ സബ്ബാണ്, അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റഡ് സബ്ബാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഹൊസേലു എന്ന് പറയുന്നത്. ഹൊസേലുവിനെ 80ാമത്തെ മിനിറ്റിലാണ് ഈ ഒരു ആൻസലോട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോഡ്രിഗോനെ പിൻവലിച്ചു കൊണ്ടാണ് ഈ ഒരു ഹൊസേലുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സബ് ക്ലിക്കാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു ഹൊസേലു വന്നതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 82ാമത്തെ മിനിറ്റിൽ തന്നെ ഹൊസേലു സ്കോർ ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ബില്ലിംഗാമിന്റെ അസിസ്റ്റിൽ നിന്നാണ് ആ ഒരു ഗോൾ പിറന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കളിന്റെ റെഗുലർ ടൈം അവസാനിക്കുകയാണ്. റെഗുലർ ടൈം അവസാനിച്ചപ്പോൾ 2-2 ഡ്രോയിലാണ് കളി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് എക്സ്ട്രാ ടൈമിന്റെ ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഗ്രീസ്മാൻ ഒരു കിണ്ണം കാച്ചി ഗോൾ അടിക്കുകയാണ്. ആ ഒരു വിനീഷ്യസ് ജൂനിയറിന്റെ കയ്യിൽ നിന്ന് പന്ത് വീങ്ങിയാണ്ട് റയൽ മാഡ്രിഡിന്റെ ലെഫ്റ്റ് വിങ് കൂടെ വന്നുകൊണ്ട് ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് ആ ഒരു ഇടത് കാലം കൊണ്ട് അടിച്ചുകൊണ്ട് ഗോളാക്കുകയാണ് ഗ്രീസ്മാൻ. അങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡിന് ലീഡ് കിട്ടി 3-2 എന്നില്ല. അങ്ങനെ ആ ഒരു ഹാഫ് അവസാനിക്കുകയാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ, എക്സ്ട്രാ ടൈമിന്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ റയൽ മാഡ്രിഡ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതൊരു ഓഫ് സൈഡ് ആയിക്കാണ്ട് വിധിക്കപ്പെടുകയാണ്. അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ ഡെർബി കണ്ടായിരിക്കും ബ്രൈൻ ഡിയസിന്റെ മോഡൽ ഗോൾ റിക്കൽമി അടിക്കുകയാണ് ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി. അങ്ങനെ 4-2 എന്നുള്ള സ്കോറിന് ഈ ഒരു മത്സരം അവസാനിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ എടുത്ത് പറയേണ്ട സംഭവമാണ് ഗ്രീസ്മാൻ. കാരണം ഗ്രീസ്മാൻ ഈ 2 ഡെർബികൾ, കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയിൽ നടന്നിട്ടുള്ള 2 ഡെർബികളിലും സ്കോർ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് ഗ്രീസ്മാൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഗ്രീസ്മാൻ ആ 2 ഗോളുകളും എണ്ണം പറഞ്ഞ ഗോളുകളാണ്. ആ ഒരു മികച്ച നല്ല ഈ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാണിച്ചുകൊണ്ടുള്ള ഒരു 2 ഗോളുകളാണ് ആ 2 മത്സരത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ഗോൾ കൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ, ഈ മത്സരത്തിൽ ആദ്യ ഡെർബി നടന്നപ്പോൾ ആ ഒരു മത്സരത്തിൽ അടിച്ചപ്പോൾ ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും മികച്ച ഗോൾ സ്കോർ ആയിക്കാണ്ട് ഗ്രീസ്മാന് മാറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഇപ്പോൾ ഗ്രീസ്മാൻ എന്ന് പറയുന്നത്. ഗ്രീസ്മാൻ ആ ഒരു ബാസിന്ന് വന്നതിന് ശേഷം ആദ്യം കുറച്ച് ഡിമ്മായിരുന്നെങ്കിലും ഇപ്പം ഗ്രീസ്മാൻ നല്ല രീതിയിൽ തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡിന്റെ ഫോമാണ്. റയൽ മാഡ്രിഡ് ഈ ഒരു സീസണിൽ ആകെ 2 മത്സരങ്ങളെ പരാജയപ്പെട്ടിട്ടുള്ളൂ. ആ 2 മത്സരങ്ങളും ഒരു ടീമിനോടാണെന്നുള്ളതാണ് അതിലേറെ വലിയ രസം. അപ്പോൾ ആ ഒരു ടീം എന്ന് ഇനി പറയേണ്ട ആവശ്യമില്ല, അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. അന്ന് ഈ ഒരു ലീഗിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത് ഡെർബിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് 3-1 റയൽ മാഡ്രിഡ് ബീറ്റ് ചെയ്യണം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഡെർബിയിലും ഈ അത്ലറ്റിക്കോ മാഡ്രിഡിന് റയൽ മാഡ്രിഡ് ബീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇത് രണ്ടും അവരുടെ ഹോം ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള മാച്ചാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്ന സംഭവം. ഈ ഒരു 2 പേരുടെ ഹോം ഗ്രൗണ്ട് അല്ല, ആ ഒരു സൗദിയിൽ വെച്ച് കളിച്ച ആ ഡെർബി റയൽ മാഡ്രിഡ് വിജയിക്കുകയും ചെയ്തു. അങ്ങനെ മികച്ചൊരു ഫോമിൽ നിൽക്കുന്ന ടീമിനെ ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിനെ ബീറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളത്
എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. പിന്നെ പറയേണ്ട ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഇനി റയൽ മാഡ്രിഡിന് ഈ ഒരു സീസണിൽ ആ ട്രബിൾ എന്നുള്ള ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. കാരണം കോപ്പ ഡെൽ റേ ഇല്ലെങ്കിൽ ട്രബിൾ കംപ്ലീറ്റ് ആവില്ല. കോപ്പ ഡെൽ റേ വേണം. ഈ കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരാണ് റയൽ മാഡ്രിഡ്. ആ ഒരു ചാമ്പ്യന്മാരെ പുറത്താക്കിക്കൊണ്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് റൗണ്ട് ഓഫ് 16 കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ റയൽ മാഡ്രിഡിന് ഹോപ്പുകളുള്ള ട്രോഫീസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലാ ലീഗിന്റെ ടൈറ്റിൽ, അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ്. ഈ 2 പോസിബിൾ ട്രോഫീസാണ് ഇനി റയൽ മാഡ്രിഡിന് ഈ ഒരു സീസണിൽ നേടാൻ കഴിയുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു 2 ട്രോഫികളിൽ ഏതെങ്കിലും റയൽ മാഡ്രിഡ് അടിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക.